ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠ നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ജനമേ, എല്ലാ കാലത്തും യഹോവയിൽ ആശ്രയിപ്പീൻ. നിങ്ങളുടെ ഹൃദയം അവൻ്റെ മുൻപാകെ പകരുവിൻ. ദാവീദ് എല്ലാ കാലത്തും. അതുകൊണ്ടാണ് 34-ാം സങ്കീർത്തനം താൻ പറയുന്നത്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും. ഇന്ന് പകലിലും അങ്ങനെ ദൈവത്തെ സ്തുതിക്കാനും മഹത്വപ്പെടുത്താനും ദൈവം മുമ്പാകെ കടന്നു വരാനും സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഹൃദയം പകരാൻ, ദൈവത്തിൽ എല്ലാ കാലത്തും ആശ്രയം വെക്കാൻ തയ്യാറായ ഒരു ദൈവപൈതൽ ഒരു കാലഘട്ടത്തിലും തകർന്നു പോവില്ല, പരാജയപ്പെടില്ല, താളടിയാവില്ല. ദൈവത്തിൻ്റെ കൃപയുടെ ബഹുത്വപ്രകാരം അവിടുന്ന് നമ്മെ താങ്ങും എന്നുള്ളതിന് സംശയമില്ല. നമുക്കറിയാം, ജീവിതത്തിൻ്റെ ഓരോ ഏടുകളിലും സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ നമ്മളെ അലട്ടുമ്പോഴും എല്ലാ കാലത്തും യഹോവയിൽ ആശ്രയിപ്പാൻ, ഞാനുള്ള കാലത്തോളം എൻ്റെ ദൈവത്തിന് കീർത്തനം ചെയ്യും എന്ന് വിളിച്ചു പറയാൻ ഒരു യഥാർത്ഥ ദൈവവേദന മാത്രമേ കഴിയൂ. സങ്കടമില്ലാഞ്ഞിട്ടല്ല. ദാവീദിൻ്റെ കൂടെ ഉള്ളവർ നോക്കൂ, കടമുള്ളവർ, ഞെരുക്കമുള്ളവർ, സന്തുഷ്ടിയില്ലാത്തവർ, എല്ലാ മേഖലകളിലും തർക്കപ്പെട്ടവർ. പക്ഷേ അവരെയൊക്കെ കൂടെ നിർത്തിക്കൊണ്ട് ദാവീദ് പറയുന്നത്, ഇത് ഞങ്ങളുടെ തകർച്ചയുടേതല്ല, ഈ കൂടെ വന്നവരൊക്കെ വീരന്മാരാണ്, യോദ്ധാക്കളാണ്. ഇടം കൈകൊണ്ടും വലം കൈകൊണ്ടും അഭ്യാസം ചെയ്യാൻ ഒക്കെ അവർക്കറിയാൻ. അർത്ഥം, പ്രതിസന്ധി തകർക്കാൻ വേണ്ടിയല്ല, ചിലത് പഠിപ്പിച്ച് പുറത്തു കൊണ്ടുവരാൻ, ആത്മാവിൽ ശക്തരാക്കാൻ. യുദ്ധമുഖത്ത് നിൽക്കുന്ന ഒരു പട്ടാളക്കാരന് ട്രെയിനിങ് വരുമ്പോൾ അത് അവൻ്റെ എൻഡിനു വേണ്ടിയല്ല, കീഴടക്കേണ്ടതിനെ കീഴടക്കാൻ അഭ്യാസം പ്രാപിപ്പിക്കുന്ന ആ നിമിഷം ഭാരമായി തോന്നരുത് സഹോദരങ്ങളെ. പൊന്നുപോലെ അവിടുന്ന് നമ്മളെ പുറത്തു കൊണ്ടുവരും. പട്ടുകാരൻ പാറുന്ന പോലെ തകർക്കാനോ മുടിക്കാനോ അല്ല, തിരുമഹത്വം നമ്മളിലൂടെ വെളിപ്പെടുത്തി കൊള്ളാവുന്നവനായി പുറത്തു കൊണ്ടുവരാൻ, ശ്രേഷ്ഠനായി വിളങ്ങുവാൻ, അനേകരെ ആശ്വസിപ്പിക്കാൻ, അനേകർക്ക് കൈത്താങ്ങലും കരുത്തും കൊടുക്കുവാൻ, ജീവനുള്ള ദൈവത്തിൻ്റെ ശക്തിയും ബലവും മഹത്വവും വിളിച്ചു പറയാനൊക്കെ ദൈവം നമ്മളെ ഉപയോഗിക്കുന്ന നിമിഷങ്ങളാണ്. അവിടെ ഭയപ്പെടാതെ, തളരാതെ, സംശയിക്കാതെ, അവിശ്വസിക്കാതെ ദൈവത്തിനങ്ങ് മഹത്വം കൊടുക്കാൻ തയ്യാറാകണം. ദൈവത്തെ അങ്ങ് സ്തുതിക്കാൻ തയ്യാറാകണം. ദൈവകൃപയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ അങ്ങ് തയ്യാറാവണം. ദാനിയേൽ പ്രതിസന്ധി വന്നപ്പോഴും തളർന്നു പോകാതെ, ഇത്രയും നാൾ വേർപാടനുഷ്ഠിച്ചിട്ട് ഭക്ഷണകാര്യത്തിൽ പോലും വിശുദ്ധിയുടെ അളവുകോൽ എവിടെയൊക്കെ പ്രയോഗിക്കാം അവിടെയൊക്കെ പെർഫെക്റ്റായി പ്രയോഗിച്ച് നിന്ന ഒരു വ്യക്തിത്വമാണ് ദാനിയേൽ. പക്ഷേ ജീവിതത്തിൽ പ്രതിസന്ധി വന്നപ്പോഴും സ്തോത്രം ചെയ്യാനും ദൈവത്തെ സ്തുതിക്കാനും പഴയതുപോലെ തന്നെ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കാനും തയ്യാറായപ്പോൾ ദൈവം കൈവിട്ടില്ല. ദാനിയേൽ ശുഭപ്പെട്ടിരുന്നു എന്ന് വായിക്കുന്നു. പ്രാർത്ഥിക്കുന്നു, അവൻ എല്ലാ കാലത്തും ശുഭപ്പെട്ടിരിക്കും, അവൻ താഴോട്ട് പോവില്ല. ദാനിയേലിൻ്റെ ദൈവം ജീവനുള്ള ദൈവമാണെന്നും ജീവിപ്പിക്കുന്ന ദൈവമാണെന്നും ദര്യാവേശനെ കൊണ്ട് പറയിപ്പിച്ചെങ്കിൽ, ഇന്നും പകലിലും നമ്മൾ സേവിക്കുന്ന ദൈവം ജീവിപ്പിക്കുന്ന ദൈവവും ജീവനുള്ള ദൈവവും നമ്മുടെ വലത്ത് ഭാഗത്ത് നിൽക്കുന്ന ദൈവമാകയാൽ സന്തോഷത്തോടെ സമാധാനത്തോടെ ദൈവവും ഭാഗം അടുത്തിയെന്ന്, കർത്താവെ അങ്ങയുടെ ശബ്ദം എന്നെ ഒന്ന് കേൾപ്പിക്കണമേ എന്ന് പറയാൻ തയ്യാറാകൂ. തിരുമഹത്വം ഇന്നും പകലിലും നമുക്ക് വേണ്ടി വെളിപ്പെട്ടു വരും എന്നുള്ളതിന് സംശയമില്ല. ഉൽപ്പത്തി പുസ്തകം 41:57 വാക്യം, ഭൂമിയിലെങ്ങും ക്ഷാമം കഠിനമായി തീർന്നതുകൊണ്ട് സകല ദേശക്കാരും
ധാന്യം വാങ്ങുവാൻ മിസ്രയീമിൽ യോസഫിൻ്റെ അടുക്കൽ വന്നു. ഭൂമിയിൽ ക്ഷാമം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ചരിത്രം നമുക്കറിയാം. ജനത്തിന് ആഹാരമില്ലാതെ വലയുകയാണ്. അവരെല്ലാം ഫറവോന്റെ അടുക്കലേക്ക് ചെന്നു. ഫറവോൻ പറയുകയാണ്, നിങ്ങൾ യോസഫിന്റെ അടുക്കൽ ചെല്ലണം, അവൻ പറയുന്നത് പോലെ ചെയ്യണം. ചെന്നാൽ കൊടുക്കാൻ യോസഫിന്റെ കയ്യിലുണ്ട്. ശേഖരിച്ചു വെച്ചത് ക്ഷാമകാലം വരും എന്ന് കണ്ട്, മുൻകൂട്ടി കണ്ട് ദർശനത്തിൽ ക്ഷാമത്തെ ഫേസ് ചെയ്യാനുള്ളത് തൻ്റെ പക്കലുണ്ട്. ഇന്ന് പകലിലും ദൈവാത്മാവിന് പറയാനുള്ളത്, പ്രതിസന്ധികളെ ഫേസ് ചെയ്യാനുള്ള ഒരാത്മിക നിറച്ചു വച്ചിരിക്കുക പാണ്ഡികശാല. ഏത് പ്രതിസന്ധി വരട്ടെ, ഇഷ്ടം പോലെ പുറത്തെടുക്കേണ്ടത് പുറത്തെടുത്ത്, ഉറപ്പിക്കേണ്ടതിനെ ഉറപ്പിച്ച്, ക്ഷീണമുള്ളതിനെയും തളർന്നതിനെയും ബലപ്പെടുത്താൻ കഴിവുള്ള ഒരു പ്രത്യേക നിയോഗം യോസഫിന്. കാരണം ദൈവാത്മാവുള്ള മനുഷ്യനാണ്. നോക്കൂ, ഈ മനുഷ്യനാരായിരുന്നു? സങ്കടപ്പെട്ട ഒരു ദേശം, ഒതുക്കപ്പെട്ട ഒരു ദേശം, കഷ്ടതയിലൂടെ പോയ ഒരു ദേശം, വിൽക്കപ്പെട്ട ഒരു ദേശം, കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട ദേശം, ചെയ്യാത്ത കുറ്റത്തിന് അപമാനം കേൾക്കേണ്ടി വന്ന ദേശം. അവിടെയാണ് യോസഫിൻ്റെ അടുക്കൽ സ്വന്തം സഹോദരന്മാരും ആഹാരത്തിന് ക്യൂ നിന്നത്. അതിൻ്റെ അർത്ഥം, നീ എവിടെ സങ്കടപ്പെട്ടോ, നിന്ദിക്കപ്പെട്ടോ, ഒതുക്കപ്പെട്ടോ, ഒരു ഫിൽസ് പോലും കയ്യിലില്ലാതിരുന്ന സമയമുണ്ട് യോസഫിന്. സഹായിപ്പാൻ മനുഷ്യമായി ആരും രംഗത്ത് വരാതിരിക്കുമ്പോൾ ദൈവാത്മാവ് മനുഷ്യനെ സഹായിച്ചു. കാരാഗ്രഹത്തെ പൊട്ടിച്ചെറിഞ്ഞ് രാജാവ് ആളയച്ച് വിളിപ്പിച്ചു. കാരാഗ്രഹത്തിൻ്റെ വസ്ത്രം മാറ്റി രാജകൊട്ടാരത്തിലെ വസ്ത്രം അങ്ങോട്ട് ധരിപ്പിച്ചപ്പോൾ, ദൈവാത്മാവുള്ള മനുഷ്യൻ ആരാന്ന് ദേശത്തെ ഫറവോൻ വിളിച്ചു പറഞ്ഞു, ഇത് യോസഫാണ്, അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തണം. യോസഫ് എന്ത് ചെയ്തെന്നറിയാമോ? ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തിയത് കൊണ്ട്, ദൈവത്തോട് പ്രാർത്ഥിച്ചത് കൊണ്ട്, വിശുദ്ധിക്ക് വേണ്ടി നിന്നതുകൊണ്ട്, അവസരം കിട്ടിയിട്ടും പാപത്തിലേക്ക് പോകാത്തത് കൊണ്ട്, ദൈവത്തെ ഉയർത്തിയതുകൊണ്ട് ദൈവം യോസഫിനെ ഉയർത്തി. പ്രിയരെ, പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ, നിർണയ ഘട്ടങ്ങൾ വരുമ്പോൾ, ആരും നിന്നെ സഹായിച്ചില്ലെങ്കിലും, സഹായിക്കാമെന്ന് പറഞ്ഞവർ മാറിപ്പോയാലും, നിന്നെ ഉയർത്തേണ്ടയിടത്ത് ഉയർത്തേണ്ടതുപോലെ ഉയർത്തിയാൽ ആർക്കും അതിനെ തടയാൻ കഴിയത്തില്ലെന്നൂടെ തൻ്റെ ജനം ഈ പകലൊന്ന് മനസ്സിലാക്കണം. യേശുവിൻ്റെ നാമത്തിൽ ഇനി നമുക്കറിയാം, യോസഫ് ദേശത്തെല്ലാം സഞ്ചരിച്ച് ധാന്യങ്ങൾ ശേഖരിച്ചു വെച്ചു. കാരണം ഞാൻ ദർശനം കണ്ടു, ക്ഷാമം വരുന്നത്. ഈ പകൽ പ്രതിസന്ധികൾ വരുമ്പോൾ പതറിപ്പോകാതെ, പ്രശ്നങ്ങൾ വരുമ്പോൾ നിരാശപ്പെടാതെ, വെളിപ്പാട് കാണുന്നവൻ, ദർശനം കാണുന്നോ അവൻ ആത്മാവിൽ അവൻ്റെ പാണ്ഡികശാലകൾ നിറയ്ക്കും. ക്രൈസ്തവോ, ഒരു നിറവുണ്ടോ? ആത്മാവിൻ്റെ നിറവുണ്ടോ? അമിതബലമുണ്ടോ? ദൈവശക്തിയുണ്ടോ? സ്പിരിച്വൽ അനോയിൻറ്റിംഗ് ഉണ്ടോ? ഏത് പ്രശ്നത്തിലും തകരാതെ, തളരാതെ, തളർന്നു പോയവരെ കൂടെ ബലപ്പെടുത്തുവാൻ, ഇല്ലാത്തവർ കൂടെ കൊടുക്കാൻ സാരമില്ല. ദൈവം വിടുവിക്കുമെന്നും ദൈവം ശക്തീകരിക്കുമെന്നും, ആത്മപകർച്ച മറ്റുള്ളവർക്കൂടെ പകർച്ച കൊടുത്തയക്കത്തക്ക രീതിയിൽ ദൈവം നിന്നെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. ആരെ? നിന്ദിക്കപ്പെട്ട നിന്നെ, ഒതുക്കപ്പെട്ട നിന്നെ, മാറ്റി നിർത്തപ്പെട്ട നിന്നെ, വിലയില്ലെന്ന് പറഞ്ഞ നിന്നെ, അപ്പൻ തയ്ച്ചു തന്ന അങ്കി ഊരിയെടുത്ത് ഒന്നുമില്ലാതാക്കിയ നിന്നെ രാജകീയ വസ്ത്രം ധരിപ്പിക്കുന്ന ഒരു സ്വർഗമുണ്ടെന്ന് ഈ പകൽ വിളിച്ചു പറയാൻ എനിക്ക് നിയോഗമുണ്ട്. നോക്കൂ, യോസഫിൻ്റെ അടുത്തേക്ക് ഫറവോൻ എല്ലാവരെയും പറഞ്ഞു വിടുക. ഈ പകൽ അഭിഷേകമുള്ളവൻ്റെ അടുത്തേക്ക്, പ്രാർത്ഥിക്കുന്നവൻ്റെ അടുത്തേക്ക് ചിലർ വരും. വരുന്നവരെ നിരാശപ്പെടുത്തുവാനല്ല, വരുന്നവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ആത്മനിയോഗത്തിൻ്റെ പ്രാർത്ഥനകൾ, വചനത്തിൻ്റെ വെളിപ്പാടുകൾ,
ദൂതുകൾ അവർക്ക് ഇഷ്ടം പോലെ കൊടുത്ത് അവരെ ആത്മാവിൽ സമ്പന്നരാക്കാൻ നിങ്ങളുടെ സഭയിൽ നിന്ന് ചിലർ എഴുന്നേൽക്കട്ടെ. അതിലൊന്ന് ഞാനാവട്ടെ, അതിലൊന്ന് നിങ്ങളാകട്ടെ. യെസ്, അവർ പറയട്ടെ, ഇന്നയാളുടെ അടുത്തേക്ക് ചെന്നാൽ അവിടെ ഒരു വിടുതലുണ്ട്, ഇന്നയാൾ പ്രാർത്ഥിച്ചാൽ, ഇന്നയാൾ വചനം പറഞ്ഞാൽ, ഇന്നയാൾ സംസാരിച്ചാൽ ചില ദൈവപ്രവർത്തികൾ വരും. തകർന്നു പോയതിനെ, തളർന്നു പോയതിനെ, ക്ഷീണിച്ചിരിക്കുന്നതിനെ, ബലം നഷ്ടപ്പെട്ടതിനെ ഇന്ന് രാത്രിയിലും ബലത്തോടെ ഈ പകലും നിർത്താൻ ദൈവാത്മാവിന് പദ്ധതിയുണ്ട്. വിശ്വസിക്കുന്നവർ പറ, യോസഫിൻ്റെ അടുത്ത് ഒന്നിനും കുറവില്ല. സ്തോത്രം. യോസഫിൻ്റെ അടുക്കിലേക്ക് ചെല്ലും. എപ്പോൾ? ക്ഷാമം കഠിനമാകുമ്പോഴും, പ്രതിസന്ധികൾ രൂക്ഷമാകുമ്പോഴും ദൈവാത്മാവുള്ളവൻ്റെ അടുത്തേക്ക് ചിലർ വരണം. വന്നാൽ അവൻ വിടുവിക്കപ്പെടണം. ദൂത് മറന്നു പോകരുത്. അവൻ സമ്പന്നരായി തിരിച്ചു പോകണം. ആത്മാവിൽ ബലപ്പെട്ട് തിരിച്ചു പോകണം. ദൈവമഹത്വം ഇന്ന് പകലും യേശുവിൻ്റെ നാമത്തിൽ വെളിപ്പെടുക. രോഗികൾ സൗഖ്യമാകുക. പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച ശ്രേഷ്ഠ ആലോചനയ്ക്കായി സ്തോത്രം. ഓ പുരാതനായ ദൈവത്തിൻ്റെ ശക്തി ഇന്ന് പകലും ഞങ്ങളുടെ മേൽ വെളിപ്പെടുത്തി തകർച്ചകളെ മാറ്റി, ക്ഷീണങ്ങളെ മാറ്റി, ആത്മാവിൽ ബലപ്പെടുത്തി, ആത്മനിയോഗത്തോടെ ഒരു സമൂഹം എഴുന്നേറ്റ് യോസഫിൻ്റെ അടുക്കിലേക്ക് വന്നതുപോലെ ദൈവാത്മാവുള്ളവനെ ദേശം തിരിച്ചറിയട്ടെ. ദൈവാത്മാവുള്ളവനെ ലോകം തിരിച്ചറിയട്ടെ. ദൈവാത്മാവുള്ളവൻ ആരാന്ന്, പ്രാർത്ഥിക്കുന്നവൻ ആരാന്ന് കുടുംബങ്ങൾ തിരിച്ചറിയട്ടെ. ഓ അനേകരെ സമ്പന്നരാക്കുവാൻ ദൈവ യോസഫിനെ ഉപയോഗിച്ചെങ്കിൽ തൻ്റെ ജീവിതത്തിൽ വന്ന തീച്ചുളകൾ, കഷ്ടങ്ങൾ, വേദനകൾ, അതൊരു വലിയ അനുഭവ സമ്പത്തായി മാറി. ഏത് ദേശത്ത് തകർക്കപ്പെട്ടോ അതേ ദേശത്ത് തന്നെ യോസഫിൻ്റെ അടുക്കലേക്ക് അനേകരെ അയപ്പിച്ച ദൈവത്തിൻ്റെ മഹത്വം, യോസഫിൻ്റെ മുമ്പിൽ അനേകരെ മുട്ടുകുത്തിച്ച ദൈവത്തിൻ്റെ മഹത്വം ഇന്ന് പകലും പ്രാർത്ഥിക്കുന്നവൻ ആരുടെയും മുമ്പിൽ മുട്ടുകുത്തില്ല. ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുന്നവനെ ലോകത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്താൻ എൻ്റെ ദൈവം അനുവദിക്കാതെ അത്ഭുതങ്ങളിലൂടെ നടത്തിയെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ജനം വിടുവിക്കപ്പെട്ട, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ അടഞ്ഞ് തുറക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ അവർ പ്രാർത്ഥിക്കുമ്പോൾ ഇല്ലാത്തത് ഉളവായി വരട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ചിലത് സ്ഥിരമാകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ. പിതാവേ, നിങ്ങളുടെ മഹത്വത്തിനായി സ്തോത്രം ചെയ്യുന്നു. സകല മഹത്വവും പുകഴ്ചകളും അവിടുത്തെ പദവിടത്തെങ്കിൽ മാത്രം അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ കൃപയുണ്ടായി പ്രാർത്ഥന കേൾക്കണമേ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് പകൽ ധൈര്യത്തോടെ വിശ്വസിക്കൂ, ബലത്തോടെ മുമ്പോട്ട് പോകൂ. നിങ്ങളുടെ അടുക്കൽ ചിലർ വരും, ചിലരെ ശക്തീകരിക്കാൻ, വാക്കുകൊണ്ട് താങ്ങാൻ, ആത്മാവിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവർക്ക് ആത്മാവിൽ പകർന്നു കൊടുക്കാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കും. ഈ വചനങ്ങളാൽ കർത്താവ് സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു.